ഡ്രോപ്പ് ഔട്ടും ആവുന്നുണ്ടാവും. അപ്പോൾ താല്പര്യമില്ലാത്തവർ പോകരുത്. താല്പര്യമുള്ളവർ നല്ല കോളേജിൽ പോയി പഠിക്കുക. ഓക്കെ, ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കോളേജസ്? അത് IITs ആണ്. ഞാൻ IIT മദ്രാസിലാണ് പഠിച്ചത്. NIRF റാങ്കിംഗ് പ്രകാരം ഇന്ത്യയിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റിയാണ് IIT മദ്രാസ് എന്നുള്ളത്. IIT മദ്രാസ് എന്നുള്ളത് വലിയൊരു കാടാണ്. ഏകദേശം 750 ഏക്കർ വരുന്ന ഒരു ക്യാമ്പസ് ആണ്. അതിലൂടെ സൈക്കിള് ചവിട്ടി പോകുന്ന എന്നെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ എത്തണം എന്നുണ്ടെങ്കിൽ 3 കിലോമീറ്ററോളം സഞ്ചരിക്കണം. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് അക്കാഡമിക്സ് ക്ലാസ്സിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൈക്കിൾ ചവിട്ടിയാണ് പോകാൻ സാധിക്കുക. നടുവിൽ നിങ്ങൾ കാണുന്നത് ഞാനൊരു ലാബിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണ്. സർജറി ചെയ്യാൻ നിൽക്കുന്നല്ല, എന്നിട്ട് ലാബിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള എന്താ പറയാ, എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസ് ഉള്ള കോളേജാണ് IIT മദ്രാസ് എന്നുള്ളത്. 2015 ഞാൻ IIT മദ്രാസ് പാസ് ഔട്ട് ആവുന്നത്. 2014 എനിക്ക് ജോബ് ലഭിച്ചു. 2014 തന്നെ ഇന്റലിൽ ഞാൻ ജോബിന് കയറി. ഒരു ജോബ് എനിക്ക് ലഭിച്ചു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ പഠിച്ചു കഴിഞ്ഞിട്ട് ജോലി ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ പഠിച്ചു കഴിയുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നു, ആളുകൾക്ക് ജോലി ലഭിക്കുന്നു. ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു എഞ്ചിനീയറിംഗിൽ നമ്മൾ നല്ല കോളേജിൽ പോയി പഠിച്ചാൽ അത്രയും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് കിടക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു കോളേജ് എന്നുള്ളത് നമ്മൾ IIT മദ്രാസിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ആദ്യം കോളേജിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. എന്നിട്ട് അതിലുള്ള പരീക്ഷകളെ കുറിച്ചും മറ്റൊക്കെ ഞാൻ സംസാരിക്കാം. ഈ കോളേജിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്, ഇത് നമ്മുടെ ഒരു പഠനത്തിന് വേണ്ടി മാത്രമുള്ള ഒരു കോളേജ് അല്ല. നേരെ മറിച്ച് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ എക്സ്ട്രാ കരിക്കുലർ ഓർ കോ കരിക്കുലർ ആയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ആക്ടിവിറ്റീസിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു അക്കാഡമിക് ലോകമാണ് ആക്ച്വലി IITs അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത്. വലിയൊരു നാഷണൽ പാർക്കാണ്. കുറെ മാനുകളെയും കുരങ്ങന്മാരെയൊക്കെ നിങ്ങൾക്ക് ഫോട്ടോസിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വലിയ ക്രിക്കറ്റ് ഗ്രൗണ്ട് കാണാൻ സാധിക്കും, ലൈബ്രറി കാണാൻ സാധിക്കും. ജമുന എന്നുള്ളത് ഞാൻ താമസിച്ചിരുന്ന ഹോസ്റ്റലാണ്. 20ലധികം ഹോസ്റ്റലുകളുണ്ട്. ഹിമാലയ എന്നുള്ളത് മെസ് കോംപ്ലക്സ് ആണ്. നടുവിലുള്ളത് വലിയ അക്കാഡമിക് ബ്ലോക്ക് ആണ്. അതേപോലെ തന്നെ അത്ലറ്റിക് സ്റ്റേഡിയം. ഇങ്ങനെ ആ നിലയ്ക്ക് 750 ഏക്കറിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് IITയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നിങ്ങളുടെ കുട്ടികളെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു ടൂറൊക്കെ കൊണ്ടുപോകുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ കോഴിക്കോട് NIT എങ്കിലും കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. അതോടുകൂടി അവരുടെ മനസ്സിലുള്ള ഒരു കോളേജ് എന്നുള്ളൊരു പിക്ചറൊക്കെ എന്ത് ചെയ്യും, അത് ആക്ച്വലി ചേഞ്ച് ചെയ്യും. എന്തുകൊണ്ട് IIT പോയി പഠിക്കണം? എല്ലാ നിലക്കുള്ള കട്ടിംഗ് എഡ്ജ് ഫെസിലിറ്റീസ് അക്കാഡമിക്കലി അവിടെ ഉണ്ട്. ഏറ്റവും ബെസ്റ്റ് പ്രൊഫസേഴ്സ് അവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്കൊരു കാര്യം പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, സ്റ്റുഡൻസിന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ സെന്റർ ഫോർ ഇന്നോവേഷൻ ഉണ്ട്, ഓണ്ടർപ്രണർഷിപ്പ് സെൽ ഉണ്ട്, വർക്ക്ഷോപ്സ് ഉണ്ട്. അപ്പോൾ പുതിയ പല ക്ലബ്ബുകൾ ഉണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളിൽ വർക്ക് ചെയ്യാൻ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവസരം ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അടിപൊളി ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഇന്ത്യയിൽ ഇപ്പോൾ ഹോസ്റ്റൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ സിംഗിൾ റൂംസ് അവൈലബിൾ ആണ്. 20-ലധികം ഹോസ്റ്റലുകളുണ്ട്. 7 നിലയുള്ള ലൈബ്രറി ഉണ്ട്. എല്ലാ നിലക്കുള്ള ഫെസിലിറ്റീസ് ഇത്തരം സ്ഥാപനങ്ങൾ അവൈലബിൾ ആണ്. ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ആളുകളെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചേതൻ ഭഗത്, അദ്ദേഹം എഴുത്തുകാരനാണ്. രഘുറാം രാജൻ, അദ്ദേഹം വേൾഡ് ഫേമസ് ആയിട്ടുള്ള എക്കണോമിസ്റ്റ് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആയിരുന്നു. ശിവൻ സാർ ISROയുടെ ഹെഡ് ആയിരുന്നു. സുന്ദർ പിച്ചൈ ഗൂഗിളിന്റെ CEO ആണ്. അരവിന്ദ് കെജ്രിവാൾ പൊളിറ്റീഷ്യൻ ആണ്, IRS ഓഫീസർ ആയിരുന്നു. ഇവരെല്ലാവരും IIT ഗ്രാജുവേറ്റ്സ് ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുന്ദർ പിച്ചയെ പോലത്തെ ഒരാള് വേൾഡിൽ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനിയെ ലീഡ് ചെയ്യുന്ന ഒരു ഇന്ത്യക്കാരനാണ്, ഒരു IIT ആണ്. അതേപോലെ ഡൽഹി ചീഫ് മിനിസ്റ്റർ ഒരു IIT ആണ്. ISRO ഹെഡ് ഒരു IIT ആണ്. വളരെ ഫേമസ് ആയിട്ടുള്ള എഴുത്തുകാരനായിട്ടുള്ള ചേതൻ ഭഗത് IIT ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ, എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ IIT ആണ്. എന്തുകൊണ്ട് IIT പോയി പഠിക്കണം എന്നതിന്റെ ഉത്തരം ഇതാണ്. നമ്മുടെ കുട്ടികൾ കേവലം എഞ്ചിനീയേഴ്സ് ആവാൻ വേണ്ടി മാത്രമല്ല, അവർ ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്. അവർക്ക് ചിലപ്പോൾ എഞ്ചിനീയർ ആയി വെച്ചാൽ ഓണ്ടർപ്രണർ ആവണം, അല്ലെങ്കിൽ നമുക്ക് ടെക്നിക്കൽ ഫീൽഡിൽ പോകണം, അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ പോകണം, അല്ലെങ്കിൽ സിവിൽ സർവന്റ് ആവണം. എന്തിനും പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഫെസിലിറ്റീസ് ആണ് IIT പോലത്തെ ഒരു സ്ഥലത്തുള്ളത്. ഈ വർഷത്തെ സിവിൽ സർവീസ് എക്സാം റിസൾട്ട് എടുത്ത് നോക്കുക. ഫസ്റ്റ് റാങ്ക് വാങ്ങിയ ആദിത്യ ശ്രീവാസ്തവ് IIT കാൺപൂർ ഗ്രാജുവേറ്റ് ആണ്. രണ്ടാം റാങ്ക് വാങ്ങിയ അനിമേഷ് പ്രധാൻ NIT റൂർക്കല ഗ്രാജുവേറ്റ് ആണ്. രണ്ടാൾക്കാരും എഞ്ചിനീയേഴ്സ് ആണ്. ഇന്ത്യയിലെ പ്രീമിയർ സ്ഥാപനങ്ങളിൽ പഠിച്ചവരാണ്. അപ്പൊ IIT നമ്മൾ കുട്ടികൾ പോകുന്നത് എഞ്ചിനീയർ ആവാൻ വേണ്ടി മാത്രമല്ല, നേരെ മറിച്ച് അവർ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആവാനാണ് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് കമ്പനീസ് ഗൂഗിൾ, ഫേസ്ബുക്ക്, മൈക്രോസോഫ്റ്റ്, കോൾകോം, ആമസോൺ, ഇന്റൽ, മെഴ്സിഡസ്, വോൾവോ, വിപ്രോ, ടാറ്റ പോലെയുള്ള ഏറ്റവും ബെസ്റ്റ് കമ്പനീസിൽ ജോലി ചെയ്യാനുള്ള അവസരം. അവർ നേരെ പ്ലേസ്മെന്റ് വരുന്നു. അവർ പഠിച്ചു കഴിയുന്നതിന് മുമ്പ് തന്നെ അവർക്ക് അവിടെ ജോലി ലഭിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് IIT പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടു പ്രൊവൈഡ് ഇൻ എ നട്ട്ഷെൽ, അടിപൊളിയായിട്ടുള്ള അക്കാഡമിക് എക്സ്പോഷർ, നല്ല ഇൻഫ്രാസ്ട്രക്ചർ, അമേസിംഗ് ക്യാമ്പസ്, അലുമിനി നെറ്റ്വർക്ക് ഒക്കെ ബേസിക്കലി IITs പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയറിംഗിൽ IITs ഉണ്ട്. എന്നാൽ IITs മാത്രമാണ് ഉള്ളത് അല്ല.
IITസിൽ 17,000-ഓളം സീറ്റുകളുണ്ട്. അത് കഴിഞ്ഞാൽ NITs ഉണ്ട്, 30,000-ലധികം സീറ്റുകൾ NITസിലുണ്ട്. ഇപ്പോൾ കോഴിക്കോട് NIT ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കുട്ടികളെ കോഴിക്കോട് NIT കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. 250 ഏക്കറിലെ വളരെ മനോഹരമായിട്ടുള്ള ക്യാമ്പസ് ആണ് കോഴിക്കോട് NIT. അപ്പുറത്ത് IISc ഉണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. NIRF റാങ്കിങ് പ്രകാരം ഇന്ത്യയിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റിയാണ് IISc എന്നുള്ളത്. ഇനി ISROയിൽ പോകണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ യെസ് പറയാം. നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. ISROയിൽ പോയി ജോലി ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? യെസ്, ISROയിൽ പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള പല ആൾക്കാരെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോ ISROയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ളത് ISRO നേരിട്ട് നടത്തുന്ന സ്ഥാപനമാണ്. ISRO നേരിട്ട് നടത്തുന്ന എഞ്ചിനീയറിംഗ് കോളേജാണ്. എവിടെയുള്ളത്? ഇത് എവിടെയാണ് ആർക്കെങ്കിലും കമന്റ് ചെയ്യാം, നിങ്ങൾക്ക് അറിയുണ്ടാവും. ഇത് എവിടെയാണ് ഈ കോളേജ് ഉള്ളത്? തിരുവനന്തപുരത്താണുള്ളത്, റൈറ്റ്? അപ്പൊ തിരുവനന്തപുരത്താണുള്ളത്. തിരുവനന്തപുരത്ത് IIST നിങ്ങൾക്ക് പോയി പഠിക്കാവുന്നതാണ്. IISTയിൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്പേസ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത് IISTയിലാണ്. അവിടുന്ന് പഠിച്ചിറങ്ങിയാൽ നിങ്ങൾക്ക് നേരിട്ട് ISRO ജോലി ലഭിക്കും. എനിക്ക് IISTയിൽ അഡ്മിഷൻ കിട്ടിയിരുന്നു, ഞാൻ പോയില്ല. പകരം ഞാൻ IIT ആണ് ചൂസ് ചെയ്തത്. പക്ഷെ എന്റെ ഫ്രണ്ട്സ് പോയ ആൾക്കാരുണ്ട്, സജിൻ, ഉണ്ണികൃഷ്ണനൊക്കെ ഉണ്ട്. അവരൊക്കെ ഇപ്പോൾ IISTയിൽ എഞ്ചിനീയേഴ്സ് ആയിട്ട്, ISROയിൽ എഞ്ചിനീയേഴ്സ് ആയിട്ട് അവരൊക്കെ വർക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ വേറെയും ഒരുപാട് സ്ഥാപനങ്ങൾ, ഐസർ പോലുള്ള സ്ഥാപനങ്ങൾ സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിനുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ കുസാറ്റ് ഉണ്ട്, കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, IMU ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ഉണ്ട്, ബിറ്റ്സ് ഉണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ട്, സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. എഞ്ചിനീയറിംഗിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മൾ കുറെ ആളുകൾ മോശം കോളേജ് എന്ന് പോകുമ്പോൾ നല്ല കോളേജ് ഇല്ലാത്തതുകൊണ്ടല്ല. നല്ല കോളേജിൽ 1,00,000-ഓളം സീറ്റുകൾ ഓരോ വർഷം ഇന്ത്യയിലുണ്ട്. പക്ഷെ അത് പഠിച്ചെടുക്കാൻ ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളത്. അപ്പൊ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ് എഞ്ചിനീയറിംഗ് സെഗ്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ്. അപ്പൊ നമ്മളിപ്പോ എഞ്ചിനീയറിംഗിൽ പോകുന്നതിന്റെ പ്രാധാന്യം, അതിന് വേണ്ട ആപ്റ്റിറ്റ്യൂഡ് പറഞ്ഞു. IITs, ഏറ്റവും ബെസ്റ്റ് കോളേജസ് IITs, NITs, മറ്റേതൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി അവിടേക്ക് എങ്ങനെ എത്തണം എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ സെഗ്മെന്റിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ വഴിയാണ് നമുക്ക് IITകളിലോട്ടും NITകളിലോട്ടും ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജസിലോട്ട് അഡ്മിഷൻ നടക്കുന്നത്. JEE എക്സാം 2 പാർട്ടായിട്ടാണുള്ളത്. പാർട്ട് 1 JEE മെയിൻ. JEE മെയിൻ വഴിയാണ് NITസിലോട്ട്, IIITസിലോട്ട്, അതേപോലെ തന്നെ CFTI സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലോട്ട് അഡ്മിഷൻ നടക്കുന്നത്. എവിടേക്കാണ്? NITസിലോട്ട്, IIITs അതാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, CFTIസിലോട്ടൊക്കെ അഡ്മിഷൻ നടക്കുന്നത് എങ്ങനെയാണ്? JEE മെയിൻ വഴിയാണ്. ഓക്കെ, JEE മെയിൻ എന്നുള്ള എക്സാം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് വരാം. അതിൽ നിന്ന് 2.5 ലക്ഷം ആളുകൾ ചൂസ് ചെയ്യും. ഈ വർഷം 15 ലക്ഷം ആൾക്കാരാണ് JEE മെയിൻ എഴുതി, ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് 2.5 ലക്ഷം ആളുകൾ, ഏറ്റവും ടോപ്പ് ആളുകളെ ആ എക്സാമിന് ചൂസ് ചെയ്തതിനു ശേഷമാണ് JEE അഡ്വാൻസ്ഡ് എക്സാം നടത്തുക. JEE അഡ്വാൻസ്ഡ് എക്സാം വഴിയാണ് IITകളിലോട്ടും അതേപോലെ IISTയിലോട്ടൊക്കെ അഡ്മിഷൻ. ഏത് വഴിയാണ്? JEE അഡ്വാൻസ്ഡ് എക്സാം വഴിയാണ്. ഇത് നമുക്ക് 2 എക്സാമിനെ കുറിച്ച് നമുക്ക് വേറെ വേറെ ഒന്ന് നോക്കാം. JEE മെയിൻ എന്നുള്ളത് 2 പേപ്പറാണ്. പേപ്പർ 1 BE BTech, പേപ്പർ 2 BArch B പ്ലാനിങ്. ഇതിൽ BArch B പ്ലാനിങ്ങിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല, BE BTech പേപ്പറിനെ കുറിച്ച് സംസാരിക്കാം. JEE മെയിൻ 2 സെഷൻ ആയിട്ടാണ് നടക്കുക. 2 സെഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 2 സെഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ജനുവരിയിൽ നടക്കും. ഇപ്പൊ 10ാം ക്ലാസ് എഴുതുന്ന കുട്ടികൾ, 10ാം ക്ലാസ് എഴുതി കഴിഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജനുവരി 2026 ഫസ്റ്റ് സെഷൻ നടക്കും. ഓക്കെ, സെക്കൻഡ് സെഷൻ നടക്കുക ഏപ്രിൽ 2026 അതിനിടയിൽ മാർച്ചിലാണ് അവരുടെ ബോർഡ് എക്സാം വരിക. അതായത് JEE ആദ്യ സെഷൻ മാർച്ചിൽ ബോർഡ് എക്സാമിന് മുമ്പാണ് നടക്കുക. ഇതിലെ ബെസ്റ്റ് റിസൾട്ട് ആണ് കൺസിഡർ ചെയ്യുക. അതായത് ജനുവരി 2026 സെഷൻ 1ഉം ഏപ്രിൽ 2026 സെഷൻ 2ഉം രണ്ടും എഴുതണം എന്നില്ല. ഏതെങ്കിലും ഒന്ന് വേണമെങ്കിൽ എഴുതിയാൽ മതി. വേണമെങ്കിൽ 2 എഴുതാം. 2 എഴുതാണെങ്കിൽ അതിന്റെ 2ലെ ബെസ്റ്റ് ഓഫ് ദ റിസൾട്ട് നോക്കിയിട്ടാണ് എടുക്കുക. ഓക്കെ, 2 വെവ്വേറെ റാങ്ക് ലിസ്റ്റ് ഇല്ല. 2 എക്സാമിനോട് ഒറ്റ റാങ്ക് ലിസ്റ്റ് ആണുള്ളത്. 2ന്റെയും മാർക്ക് നോക്കിയിട്ട് അതിൽ നിങ്ങളുടെ ടോപ്പ് മാർക്ക് എടുത്തിട്ടാണ് ഇത് റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, ഇതൊരു ഓൺലൈൻ എക്സാം ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. NTA അഥവാ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആണ് നടത്തുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് 15 ലക്ഷം ആൾക്കാർക്ക് ഒപ്പം എഴുതാൻ പറ്റൂല. അപ്പൊ അവിടെ എന്തുണ്ട്? ഒരാഴ്ച എടുത്താണ് എക്സാം നടക്കുക. ഒരാഴ്ച രാവിലെയും ഉച്ചയ്ക്ക് ശേഷം 2 ഷിഫ്റ്റ് ആയിട്ട് 12 എക്സാം നടത്തും. ഈ 12 എക്സാമിൽ ഏതെങ്കിലും ഒരു ഷിഫ്റ്റ് നിങ്ങൾക്ക് തരും. ഓക്കെ, എങ്ങനെയാണ് എക്സാം നടത്തുക? മിനിമം 75% മാർക്ക് വേണം ബോർഡ് എക്സാമിൽ NITയിലൊക്കെ കിട്ടാൻ. 75% മതി ആക്ച്വലി. ഇതിൽ നിന്ന് 2.5 ലക്ഷം ആളുകളെ JEE അഡ്വാൻസ്ഡിലോട്ട് ക്വാളിഫൈ ചെയ്തു. എന്താണ് ഈ എക്സാമിന് ചോദിക്കുക? +1 +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ്.
300 മാർക്കിന്റെ എക്സാമിനേഷൻ ആണ്, 3 മണിക്കൂർ. അതിൽ 90 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 75 എഴുതിയാൽ മതി. ഫിസിക്സ് 25, കെമിസ്ട്രി 25, മാത്സ് 25. അപ്പൊ നോക്കുമ്പോൾ ഈക്വൽ വെയിറ്റേജ് ആണ് എല്ലാ സബ്ജക്റ്റിനും ഉള്ളത്. മാത്സിനോളം ഇമ്പോർട്ടന്റ് ആണ് ഫിസിക്സും കെമിസ്ട്രിയും JEE എക്സാമിൽ. +1 +2 പ്രത്യേകം അത് നോട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ മാത്സിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കരുത്, ഫിസിക്സിനും കെമിസ്ട്രിക്കും ഈക്വലി പ്രാധാന്യം കൊടുക്കണം. ശരി ഉത്തരത്തിന് 4 മാർക്കും, തെറ്റിയാൽ -1 മാർക്കുമാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഈ എക്സാം കഴിഞ്ഞിട്ട് അടുത്ത എക്സാം ഏതാണ്? JEE അഡ്വാൻസ്ഡ് ആണ്. ഇപ്പൊ JEE മെയിൻ വഴിയാണ് IIT-ലോട്ടും NIT-ലോട്ടും IIIT-ലോട്ടും പിന്നെ സെൻട്രലി ഫണ്ടഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലോട്ടും അഡ്മിഷൻ ലഭിക്കുക. JEE അഡ്വാൻസ്ഡ് IITs ഡയറക്ട്ലി കണ്ടക്ട് ചെയ്യുന്നതാണ്. ഇത് വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാംസ് ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. 2 പേപ്പേഴ്സ് ഉണ്ട്, പേപ്പർ 1ഉം പേപ്പർ 2ഉം ഒറ്റ ദിവസമാണ് നടക്കുക. IITs നേരിട്ട് നടത്തുന്നതുകൊണ്ട് തന്നെ IIT പ്രൊഫസേഴ്സ് ക്വസ്റ്റ്യൻ ഇടുന്നതുകൊണ്ട് തന്നെ വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാം ആണ്. എക്സാം ഡ്യൂറേഷൻ 3 മണിക്കൂറാണ്. 3 മണിക്കൂറാണ് ഈച്ച് പേപ്പർ ഉണ്ടാവുക. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും അവർക്ക് പാറ്റേൺ, ഇപ്പൊ നമ്മൾ JEE മെയിനിൽ പറഞ്ഞു 75 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക, ഓരോന്നിനും 4 മാർക്കാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഇത് അങ്ങനെ ഉള്ള പോലെ പാറ്റേൺസ് ഓരോ വർഷവും ചേഞ്ച് ചെയ്യും. ഈ വർഷം സിംഗിൾ കറക്റ്റ് MCQs ഉണ്ടായിരുന്നു, മൾട്ടിപ്പിൾ കറക്റ്റ് MCQs ഉണ്ടായിരുന്നു, ന്യൂമറിക്കൽ വാല്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, മാച്ച് ദ ഫോളോയിങ് ഉണ്ടായിരുന്നു, കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ 5 പാറ്റേണുകൾ ഈ വർഷം ചോദിച്ചിട്ടുണ്ട്. എക്സാം യൂഷ്വലി ജൂണിലോ ജൂലൈയിലോ ആയിട്ടാണ് നടക്കാറുള്ളത്. എക്സാം പാറ്റേൺ ഓരോ വർഷവും ജൂൺ ജൂലൈ കോവിഡ് സമയത്തായിരുന്നു. ഇപ്പൊ അത് മാറ്റിയിട്ട് വീണ്ടും മെയിലോട്ട് ആക്കിയിട്ടുണ്ട്. എക്സാം പാറ്റേൺ ഓരോ വർഷവും ചേഞ്ച് ചെയ്യും. പാർഷ്യൽ മാർക്സ് ഒക്കെ ചിലപ്പോൾ അലോ ചെയ്യും. അപ്പോൾ ഇത്ര മാർക്കിനാണ് ഇന്ന രീതിയിലാണ് എക്സാം നടക്കാമെന്ന് പറയാൻ പറ്റൂല. ആകെ നമുക്ക് അറിയുന്നത് 2 പേപ്പറാണ്, 3 മണിക്കൂർ വീതാണെന്ന് മാത്രമാണ് അറിയാം. ബാക്കി ഫുള്ള് നമ്മുടെ അൺഎക്സ്പെക്ടഡ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ വളരെ വലിയ ഒറിജിനൽ തിങ്കിങ് ആവശ്യമുള്ള ഒരു എക്സാമാണ് JEE അഡ്വാൻസ്ഡ്. നല്ല കൺസെപ്റ്റ് ഉള്ള, നല്ല സയൻസ് നോളജ് ഉള്ള, നല്ല മാത്സ് നോളജ് ഉള്ള, നല്ല ഫൗണ്ടേഷൻ ഉള്ള കുട്ടികൾക്ക് JEE അഡ്വാൻസ്ഡ് കിട്ടുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, ഇനി വേറെയും ഒരുപാട് എൻട്രൻസ് എക്സാംസ് ഉണ്ട്. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ഉണ്ട്, കുസാറ്റിനുള്ള കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്, ബിറ്റ്സ് പിലാനിയിലോട്ട് ബിറ്റ്സാറ്റ് ഉണ്ട്, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, VIT-ലോട്ട് വിറ്റി എന്ന് പറയുന്ന എക്സാം ഉണ്ട്. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി, മെർച്ചന്റ് നേവി അല്ലെങ്കിൽ മറൈൻ എഞ്ചിനീയറിംഗിലൊക്കെ പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് എക്സാംസ് എന്താണ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവൈലബിൾ ആണ്. ഓക്കെ, ഫൈൻ. ഇനി ഹൗ ടു സ്റ്റഡി ഫോർ JEE. JEEക്ക് നിങ്ങൾക്ക് 99% മാർക്ക്, അതായത് കഴിഞ്ഞ കുറച്ചും വരെ സ്ലൈഡ് ശരിയായിരുന്നു, ഇപ്പൊ 15 ലക്ഷം ആൾക്കാർ എഴുതാൻ തുടങ്ങി, 10,000 ഒക്കെ റാങ്ക് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 180 to 210 മാർക്ക് അല്ലെങ്കിൽ 200 to 220 മാർക്കിന്റെ അറൗണ്ട് ആണ് നിങ്ങൾക്ക് വേണ്ടത്. 300-ല് 270, 250, 290, 300 300 ഒന്നും വേണ്ട. നിങ്ങൾക്ക് 300-ൽ ഒരു 200 മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് NIT കാലിക്കറ്റിൽ അഡ്മിഷൻ ഉറപ്പിക്കാൻ പറ്റും. അപ്പൊ അതിൽ കെമിസ്ട്രിയിലാണ് കൂടുതൽ ആളുകൾ ഹെവി ആയിട്ട് സ്കോർ ചെയ്യുക. 80 മാർക്സ് നമുക്ക് കെമിസ്ട്രിയിൽ സ്കോർ ചെയ്യാൻ പറ്റണം. 80 ഫിസിക്സിലും ഒരു 40 മാർക്സ് മാത്സിലും സ്കോർ ചെയ്താൽ യു വിൽ ബി ഇൻ എ വെരി ഗുഡ് പൊസിഷൻ. മാത്സ് സ്കിൽസ് വളരെ പ്രധാനമാണ്. പ്രോബ്ലം സോൾവിങ്ങിന് മാത്തമാറ്റിക്കൽ സ്കിൽസ്, സ്പീഡായി അക്യൂറേറ്റ് ആയിട്ട് മാത്സ് ചെയ്യാൻ അറിയുന്നവർക്ക് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ലാസ്റ്റ് 5 വർഷം ഇത് ഓൺലൈനായി നടത്തുന്നത് കൊണ്ടും 12 ഷിഫ്റ്റ് ഓരോ സെഷനും നടത്തുന്നതുകൊണ്ടും അങ്ങനെ ഒരു വർഷം 2 സെഷനിലായിട്ട് 24 ഷിഫ്റ്റ് ഉണ്ടാവും. കഴിഞ്ഞ 5 വർഷത്തില് 100-ലധികം പേപ്പേഴ്സ് ഉണ്ട്, 10,000 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് ഈ 10,000 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്താൽ തന്നെ നമുക്ക് JEEക്ക് വേണ്ടി നമ്മൾ വെൽ പ്രിപ്പയർഡ് ആവും. ഓക്കെ, ഇനി ഇത് വിദേശത്തുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? വിദേശത്ത് സ്റ്റുഡൻസ് പഠിക്കുന്ന അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പറയാം, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. യെസ്, ഓക്കെ. എക്സ്ക്ലൂസീവ്ലി ഫോർ അബ്രോഡ് സ്റ്റുഡൻസ് നിങ്ങൾക്ക് IITസിലും IIT-ലല്ല IITസിലും NIT-ലും ദാസ എന്ന് പറയുന്ന ഒരു സ്കീം ഉണ്ട്. അതായത് JEE മെയിൻ എഴുതി നിങ്ങൾക്ക് കോമൺ അഡ്മിഷൻ കൂടാതെ നിങ്ങൾക്ക് ദാസ സ്കീമിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ദാസ സ്കീമിൽ 15% സൂപ്പർ ന്യൂമറി സീറ്റ്സ്, അതായത് 100 സീറ്റ് ഉണ്ടെങ്കിൽ അത് 115 സീറ്റ് ആക്കി 15 സീറ്റ് ആർക്കാ കൊടുക്കുന്നത്? ഫോറിൻ നാഷണൽസ് അല്ലെങ്കിൽ NRI സ്റ്റുഡൻസ്, OCI കാർഡ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള, അതേപോലെ പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻസ് ആയിട്ടുള്ള ആളുകൾക്കാണ് 15% സൂപ്പർ ന്യൂമറി സീറ്റ് എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമാണ്. നിങ്ങളുടെ അടുത്ത് കുറച്ച് ഫീസ് അധികം വാങ്ങും, പക്ഷെ അതൊരിക്കലും പ്രൈവറ്റ് കോളേജിൽ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്ന വലിയ ഫീസ് പോലെ അവർ, അന്ന് മാത്രമല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ചെയ്യും. അപ്പൊ വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾ, അവിടെ 11th 12th ചെയ്യുന്ന കുട്ടികൾക്ക് ഈ ഒരു ദാസ സ്കീമിനെ കുറിച്ച് കുറച്ചുകൂടി നോക്കാവുന്നതാണ്. ഗേൾസ് ഉണ്ടോ അവിടെ? IIT ആസ്പിറൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആസ്പിറൻസ് ആയിട്ടുള്ള ഗേൾസ് ഉണ്ടോ? യെസ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ആൺകുട്ടികളെക്കാളും നിങ്ങൾക്ക് ഇവിടെയുള്ള ആൺകുട്ടികളെക്കാളും നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് ആക്ച്വലി
അവിടെ അഡ്മിഷൻ കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമാണ്. എന്തുകൊണ്ടാണത്? ഗേൾസിന് 20% സൂപ്പർ ന്യൂമറി റിസർവേഷൻ, 20% സൂപ്പർ ന്യൂമറി റിസർവേഷൻ IITസിലുണ്ട്. ഓക്കെ, എങ്ങനെയാണ് അത് ലഭിക്കുന്നത്? അതായത് 100 സീറ്റ് IITയിലും NITയിലും ഉണ്ട്. അപ്പോൾ 100 സീറ്റ് IIT മദ്രാസിൽ കമ്പ്യൂട്ടർ സയൻസിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എത്രയാക്കി മാറ്റും? 120 സീറ്റാക്കി മാറ്റും. 20 സീറ്റ് ആർക്കാ? പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം. അപ്പൊ പെൺകുട്ടികൾക്ക് ബാക്കി 100 സീറ്റ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. അപ്പൊ പെൺകുട്ടികൾക്ക് ഇവിടെ ആൺകുട്ടികൾ വാങ്ങുന്നതിന്റെ ഒരു 10-20 മാർക്ക് കുറവ് വാങ്ങിയാൽ മതി അവർക്ക് കിട്ടേണ്ട ബ്രാഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, കാരണം പെൺകുട്ടികൾ എഴുതുന്ന എണ്ണം കുറവായതുകൊണ്ട് അവർക്ക് എക്സ്ട്രാ റിസർവേഷൻ കൊടുക്കുന്നതാണ്. അപ്പൊ അവർക്ക് കുറച്ചുകൂടി കിട്ടാൻ എളുപ്പമാണ്. അപ്പൊ ഗേൾസിന് ഒരു എക്സ്ട്രാ ആഡഡ് അഡ്വാൻറ്റേജ് IIT NIT അഡ്മിഷനിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അത് JEE മെയിനിലും ഉണ്ട്, JEE അഡ്വാൻസ്ഡിലും ഉണ്ട്. അപ്പൊ ഗേൾസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കിട്ടാൻ സുഖമാണ്, നിങ്ങൾക്ക് കിട്ടാൻ സുഖമാണ്. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിന്റെ 3ാമത്തെ പാർട്ടിൽ പറയാനുള്ളത്. ഇനി ഞാൻ 4ാമത്തെ പാർട്ടിലോട്ട് ഞാൻ പോവുകയാണ്. 4ാമത്തെ പാർട്ടിലോട്ട് ഞാൻ പറയാൻ സംസാരിക്കും.